സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. എടവണ്ണയിൽ വീണ്ടും പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി. എടവണ്ണ കുന്നുമല്ലാണ് കാൽപ്പാടുകൾ കണ്ടെത്തിയത്. പ്രദേശവാസിയായ വീട്ടമ്മയും രാത്രിയിൽ അജ്ഞാത ജീവിയെ കണ്ടതായി പറയുന്നുണ്ട്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. രാത്രി 11 മണിയോടെയാണ് എടവണ്ണ കുന്നുമലിൽ പ്രദേശത്ത് താമസിക്കുന്ന വീട്ടമ്മ റഫീഖ അജ്ഞാത ജീവിയെ കണ്ടത്. വാഴ നശിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ വീട്ടിലെ മറ്റുള്ളവരോട് വിവരമറിയിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ജീവി ഓടിപ്പോയതായും ഇവർ പറയുന്നു. ഞാൻ രാത്രി ഒരു 10:30-11 മണിയായപ്പോൾ അടുക്കളയിലായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇവിടെ ഒരു വാഴ വലിച്ചിരുന്ന ഒച്ച കേട്ടതാണ്. ആ ഒച്ച കേട്ടുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു വലിയ ഒരു സാധനമാണ് മേലെ നിന്ന് വാഴ കയ്യോടെ വലിച്ചിങ്ങനെ ഇടുന്ന രംഗമാണ് ഞാൻ കണ്ടത്. അത് കണ്ടിട്ട് ഞാൻ കുറേ നേരം അവിടുന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഇത് വാഴ കയറി വലിച്ചു. ഒരു മനുഷ്യൻ്റെ രൂപത്തിൻ്റെ മാതിരി വൈറ്റുണ്ട്, ഐറ്റിലാണ് വലിച്ചിരുന്നത്. അപ്പോൾ ഞാൻ കുറേ നേരം ഞാൻ എൻ്റെ പെരയിൽ നിന്ന് എല്ലാവരും വിളിച്ച് വരുത്തി നോക്കിയപ്പം ഇത് എൻ്റെ ഒച്ച ഇട്ടിട്ടപ്പോൾ ഇത് ഇറങ്ങി ആ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കി. അവിടുന്ന് അടുക്കളയിൽ നിന്ന് നല്ല കാണാമല്ല ഉള്ളിലൊന്ന്. അപ്പോൾ നോക്കിയപ്പോൾ ഇത് ഇങ്ങനെ അവിടെ കുറച്ച് നേരം നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ പുറം കണ്ടപ്പോൾ നല്ല വീതിയുള്ള സാധനമാണ്, പക്ഷെ ഒരു കളറും ഉണ്ട്. സാധാരണ പന്നികൾ ആകുമ്പോൾ രോമോ ഇതൊക്കെ ഉണ്ട്, അത് പന്നികളല്ല. പന്നികളിടയ്ക്ക് വരലും ഉണ്ട്. പക്ഷെ ഇത് സാധാരണ വലിയൊരു സാധനത്തിന് ഞാൻ കണ്ടത്. അത് കണ്ട് കുറേ നേരം അവിടെ നിന്നിട്ട് പിന്നെ അത് താനെ അങ്ങനെ പോയി. മെനഞ്ഞാന്ന് ഇതേമാതിരി രാത്രി ഞാൻ ഇവിടെ നിൽക്കുന്നു പറഞ്ഞ ഈ സൈഡ് തെങ്ങിൻ്റെ സൈഡിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ഒരു മുരളിൽ കേൾക്കലുണ്ട്. മെനഞ്ഞാന്ന് അതേമാതിരി ഒരു 11:30 ഒരു മുരളിൽ ഒച്ചയായിട്ട്. സാധാരണ ഒച്ച ഞാൻ കേൾക്കല്ല, അത് ആദ്യമായിട്ട് അതിൻ്റെ ഒച്ച കേൾക്കുന്ന ഞാൻ. നായ്ക്കളെ ശല്യം ഇപ്പൊ ഇന്നലെയൊക്കെ കുറഞ്ഞിരിക്കുന്നു. ഇന്നലെ മെനഞ്ഞാന്ന് 3 ദിവസം കൊണ്ട് നായയില്ല, പൂച്ചയില്ല. വേസ്റ്റ് ഇട്ട് കൊടുത്താലും പോലെ നായിനെ പൂച്ചേനെ ഇപ്പൊ കാണലുമില്ല. മറ്റേ നായ്ക്കളും പൂച്ചേനെ നല്ല ഒച്ചയാണ്. ഇതിപ്പോ 2-3 ദിവസമായി ഇന്നൊരു ഒച്ചപ്പാട്. ഈ 3 ദിവസം കൊണ്ട് അടുക്കളയിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു പേടിയാണ്. എന്ത് സാധാരണ ഒച്ച കേൾക്കുന്നതല്ലല്ലോ, ഇതിപ്പോ എന്തൊരു ഒച്ചയാണ് ഈ കേൾക്കുന്നത്. ഒരു മുരളിന്റെ ഒച്ച കേൾക്കുന്നത്, ഒരു പ്രത്യേകത ഒച്ചപ്പാട്. ഇതിപ്പോ ഇന്നലെ ഞാനിത് സംഗതി ഇത് ഇന്നലെ എന്റെ കണ്ണിലോട് കണ്ടതാണ്. അതിങ്ങനെ ഈ വാഴേന്റെ ഒരു ഒച്ച കേട്ടപ്പോഴാണ് ഞാനിവിടെ ഇറങ്ങി നിന്ന് നോക്കി. ഇറങ്ങിയാൽ സാധാരണ ഞാൻ പന്നി വരുമ്പോൾ ഞാൻ ആ ഗേറ്റിന്റെ അടുത്ത് നിന്ന് കല്ലെറിഞ്ഞ് ഓട്ടിക്കലുണ്ട്. ഇത് ഞാൻ ഇറങ്ങിയിട്ടില്ല. അതിന്റെ രൂപം കണ്ട് ഞാൻ തന്നെ പേടിച്ച് നിന്ന് കുറച്ച്. സ്ഥലത്ത് നിരവധി കാൽപ്പാടുകളുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ കാൽപ്പാടുകളാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പ്രദേശത്ത് ഒട്ടേറെ തെരുവു നായ്ക്കൾ ഉണ്ടായിരുന്നതായും കുറച്ചു ദിവസമായി ഇവയെ പരിസര പ്രദേശങ്ങളിൽ കാണാനില്ലെന്നും നാട്ടുകാർ പറയുന്നു. എടവണ്ണ പോലീസും മറ്റ് സന്നദ്ധ പ്രവർത്തകരും സ്ഥലത്ത് പരിശോധന നടത്തി ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എടവണ്ണയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസവും പുലി എന്ന് സംശയിക്കുന്ന ജീവിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു. വടശ്ശേരിയിലും ഇന്ന് പുലിയെ കണ്ടതായി നാട്ടുകാർ വനംവകുപ്പിന് വിവരം നൽകിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, എടവണ്ണ. ഹയ മംഗല്യോത്സവ് 2025 2.5% മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം. 5% മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ. 27 വർഷത്തെ സേവന പാരമ്പര്യവുമായി ആൽഫാൻ കർട്ടൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആൽഫാൻ കർട്ടൻസ്, കാളികാവ് റോഡ്, വണ്ടൂർ.